NDA അല്ലെങ്കിൽ BJPയും ആയിട്ടുള്ള ആ ഒരു അലയൻസ് തന്നെ SIDക്ക് പോയ ഒരു സാഹചര്യമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർഷക സമരം ഈ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലാണ് ബാധിക്കുക? ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷിക്കാനുള്ളത് എന്താണ്? പഞ്ചാബ് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തപ്പെടുക? എല്ലാ ദേശീയ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും കാർഷിക പ്രതിസന്ധിയും കാർഷിക സമരവും ഖാലിസ്ഥാൻ ഭീകരവാദവും തന്നെയാണ്, അല്ല ഖാലിസ്ഥാൻ പ്രശ്നവും തന്നെയാണ് ഇത്തവണ പഞ്ചാബിൽ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. അത് നമുക്കറിയാം. പ്രധാന മത്സരം നടക്കുന്നത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലും അകാലിദളും തമ്മിലാണ്. BJPക്ക് ഏതാനും സീറ്റുകളിൽ ഒരു കൃത്യമായ സ്വാധീനമുണ്ട്. പക്ഷെ പൊതുവെ BJP ദുർബലമാണ് പഞ്ചാബിൽ. പക്ഷെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുപോലെ അവരുടെ നിലനിൽക്ക് വേണ്ടി കേരളത്തിൽ രണ്ട് ഇന്ത്യ സഖ്യത്തിൽ മത്സരിക്കുന്ന പോലെ തന്നെ ഈ ഡൽഹിയിൽ ഒന്നിച്ച് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബിൽ അവർ ഒന്നിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒന്നിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. രണ്ട് പാർട്ടികൾക്കും ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു. ഏറ്റവും പ്രധാന പ്രശ്നം കർഷക പ്രശ്നം തന്നെയാണ്. ആ കർഷക സമരത്തില് അവര് BJPയുടെ അത് BJPക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വികാരം കൂടിയുണ്ട് അവിടെ. അതുകൊണ്ടാണ്. പക്ഷേ ശ്രീ ജോർജ് കല്ലൂർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ BJP ഒരു വലിയ ശക്തിയല്ല. ആകെ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുർദാസ്പൂരിൽ നിന്ന് സണ്ണി ഡിയോൾ ജയിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോഷിയാർപൂരിൽ നിന്നൊരു സോം പ്രകാശ്, അതായത് ഒരു SC മണ്ഡലം കൂടിയാണ്, അവിടെ നിന്ന് 2 BJP സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായും വലിയ പോര് നടക്കുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തമ്മിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം, പ്രത്യേകിച്ച് ഈ കർഷക വിഷയം എന്നത് അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു വഴിവെക്കുക അല്ലേ ചെയ്യുക? ആദ്യത്തെ ഒരു നോട്ടത്തിൽ അങ്ങനെയല്ലേ നോക്കേണ്ടത്? മാത്രമല്ല, അവിടെ പഞ്ചാബിൽ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ മോദി ഫാക്ടർ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് തിരുത്താം. പക്ഷേ അവിടെ സ്വാഭാവികമായി ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത് അവിടെ ഒരു മോദി ഫാക്ടർ ഇല്ല. മോദി അവിടെ അത്ര വലിയ മറ്റുള്ളിടത്ത് പോലെയുള്ള ഒരു താരപ്രചാരകനല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക രീതിയാണ്. എന്നാൽ BJPയോട് ഐത്തമില്ലാത്തൊരു സാഹചര്യമാണ്. നില മെച്ചപ്പെടുത്താൻ എന്നതാണ് BJP അവിടെ കാണുന്ന ഒരു നീക്കം. ആ നില മെച്ചപ്പെടുത്തൽ ഉണ്ടാകുമോ? അതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഈ രണ്ടു പേർ ഭിന്നിച്ചു നിൽക്കുന്നു എന്നത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഗുണം ഉണ്ടാക്കുമോ? BJPക്ക് വലിയ പ്രതീക്ഷകൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അകാലിദള് പ്രത്യേകം മത്സരിക്കുകയാണ്. BJPയുമായി കൂട്ടുകൂടുന്നത് പോലും കർഷക വോട്ടുകളെ അല്ല BJPയിലെ അവിടുത്തെ വോട്ടുകൾ നഷ്ടപ്പെടുത്തും എന്നതുകൊണ്ട് മാത്രമാണ് അകാലിദള്, ശിരോമണി അകാലിദൾ അവിടെ പഞ്ചാബില് BJPയുമായി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ BJP ചേർന്നിട്ടുണ്ട്. അവരൊക്കെ BJPയിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു സഖ്യം കോൺഗ്രസിൽ നിന്ന് വന്നവരും അകാലിദളുമായിട്ടും കൂടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ BJPക്ക് അവിടെ തീർച്ചയായിട്ടും വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല. മിനിമം 2 എന്നുള്ളത് 3 സീറ്റിലെങ്കിലും അകാലിദളുടെ അവിടെ ഇപ്പൊ ഒരു ശക്തി കുറഞ്ഞു വരുന്നു എന്നൊരു ഒരു നിരീക്ഷണം കൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വെക്കുന്നുണ്ട്. പഴയ ഒരു കരുത്ത് അവർക്കില്ല. ഒരു എത്നോ റിലീജിയസ് പാർട്ടി എന്ന നിലയിൽ ഉണ്ടായിരുന്ന ആ കരുത്ത് നഷ്ടമാകുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എനിക്കത് അങ്ങൊരു പക്ഷേ അവിടെ സംശയവും വേണ്ട. അകാലിദൾ അവിടെ ശക്തി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് മത്സരം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ പ്രധാന മത്സരം നടക്കുന്നത്. അവിടെയാണ്. അതുകൊണ്ട് അകാലിദളിന് ഒരു സീറ്റ് കിട്ടാതെ പോകില്ല. BJPക്ക് ഇത്തവണ പഞ്ചാബിൽ നിന്ന് സീറ്റ് കിട്ടാൻ എളുപ്പമല്ല. താങ്കൾ പറഞ്ഞതുപോലെ മോഡി ഫാക്ടറോ ഏതാണ്ട് ഒട്ടുമില്ലാത്ത, അല്ലെ ഒട്ടും ഏറ്റവും ദുർബലമായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ കാർഷിക മേഖലയിലെ കർഷക സമരം തന്നെയാണ് പ്രധാന വിഷയം. പിന്നെ സിഖ് പ്രശ്നങ്ങളും നമുക്കറിയാം. അല്ല, പക്ഷേ ഈ ഇത്രയും ആളുകൾ പാർട്ടി വിട്ട് BJPയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം എന്താണ്? ഒരുപക്ഷെ ദേശീയ നേതൃത്വം എന്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലായില്ല. ചില ആളുകൾ അവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ പാർട്ടി വിട്ട് BJPയിലേക്ക് വരുന്നുണ്ട്. അത് അമരീന്ദർ സിംഗിന്റെ ഭാര്യ ആണ് പ്രണീത് കൗർ. അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു അവിടെ BJPയിലേക്ക് പോകാൻ. BJPയിലേക്ക് പോകുന്നതിന്റെ ലക്ഷ്യങ്ങള് ഒന്ന്, അവിടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഒന്ന് EDയുടെ അല്ലെങ്കിൽ CBIയുടെ അല്ല ആദായ നികുതി വകുപ്പിന്റെ ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. കാരണം നമ്മളെ ഇവിടുത്തെ പോലെ അല്ല. കേരളം പോലെയോ ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾ വ്യത്യാസമായി വലിയ പണക്കാർ, താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ പണക്കാരുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെ അവിടെയുണ്ട്. അവരെല്ലാം കോടീശ്വരന്മാരുടെ ഒരു വലിയ ഘടകം
അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഹർസിമ്രത് ബാദലും പ്രണീത് കൗറും സുപ്പാൽ ഖൈറയും അത് കോൺഗ്രസിന്റെ, തരൺജിത് സന്ധു BJPയുടെ, ശിരോമണി അകാലിദളിന്റെ MK ശർമ്മ, അല്ലെങ്കിൽ കുഷൻപാൽ സിംഗ് മാൻ ശിരോമണി അകാലിദളിന്റെ, ഇവരെല്ലാം കോടീശ്വരന്മാരാണ്. 50 കോടിക്കോ 150 കോടിക്കൊക്കെ അടുത്ത് സ്വാധീനമുള്ള, 30 കോടിക്ക് മുകളിൽ അവരുടെ പ്രഖ്യാപിത ഉള്ള, അപ്പൊ വലിയ സമ്പന്നരുള്ള ഒരു സമ്പന്ന കർഷകരുടെ നാട് പ്രധാനമായിട്ടും. അവിടെ പാവങ്ങളുണ്ട്. പക്ഷെ ഈ പാവങ്ങളാണ് വോട്ടുകളെ കൂടുതലും നിയന്ത്രിക്കാൻ പോകുന്നത്. അവരുടെ വോട്ടുകളാകും നിർണായകമാകുക. അവരെ സംബന്ധിച്ചോളം സിഖ് വികാരം വളരെയേറെ ഉള്ള അവിടെ ഹിന്ദുക്കളുമുണ്ട്. പക്ഷേ സിഖ് ആരാണ് നിർണായകമാകുക. ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് പഞ്ചാബിൽ ഞാൻ വളരെയേറെ തവണ പോയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 തവണ പഞ്ചാബിന്റെ ഉൾത്തടങ്ങളിലൂടെ പോയിട്ടുണ്ട്. നമുക്കറിയാം പഞ്ചാബില് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അതിനകത്തേക്കാണ് ഈ കോൺഗ്രസിന്റെയും അകാലിദളിന്റെയും പോരായ്മകളും വീഴ്ചകളും മുതലെടുത്തിട്ടാണ് ആം ആദ്മി പാർട്ടി കയറി പറ്റിയത്. പ്രധാനമായിട്ടും സിഖ് വികാരം ആളി കത്തിച്ച് തന്നെ ഖാലിസ്ഥാൻ വാദത്തിന് പരോക്ഷമായെങ്കിലും ആം ആദ്മി പാർട്ടി പിന്തുണ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ് സാധാരണക്കാരായ ആളുകൾ. അതുകൊണ്ട് തന്നെ അവര് ആം ആദ്മി പാർട്ടിയെ കൈ നീട്ടി സ്വീകരിച്ചു. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്കറിയാം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ മുതല് കോൺഗ്രസ് അവിടെ കോൺഗ്രസ് അവിടെ ഈ ചരൺജിത് സിംഗ് ചന്നിയുടെ നേതൃത്വത്തിൽ ഒരു ദളിത് മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള ഒരു പ്രചരണം വന്നു. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല. അവിടെയും കോൺഗ്രസിന്റെ ഒരു പരാജയം മണക്കുകയാണ് സ്വാഭാവികമായും. ഇത്തവണ അത് എന്തെങ്കിലും ഒരു കരുത്ത് ഉണ്ടാകുമോ? കാരണം സ്വാഭാവികമായും ഒരു ദളിത് മുഖ്യമന്ത്രി വരുന്നു എന്നൊക്കെയുള്ള പ്രതീതി നൽകി, പക്ഷെ ഒന്നും കണ്ടില്ല. കൂടുതൽ ആളുകൾ ഇപ്പൊ BJPയുടെ ഒരു ലിസ്റ്റ് നോക്കിയപ്പോൾ 15 പേർ, BJPയുടെ അല്ല മൊത്തത്തിൽ 15 പേർ മറുകണ്ഠം ചാടി വന്നവരാണ്. അതിൽ BJPക്ക് 7 സ്ഥാനാർത്ഥികളെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മറുകണ്ഠം ചാടി വന്നവർ. കോൺഗ്രസിനും ആപ്പിനും 3 വീതം കിട്ടിയിട്ടുണ്ട്. ശിരോമണി അകാലിദളിന്റെ ഒരാളെയും കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക. അപ്പൊ സ്വാഭാവികമായും ഈ ദളിത് മുഖ്യമന്ത്രി എന്നൊക്കെ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ച് കോൺഗ്രസ് പഞ്ചാബിൽ പരാജയപ്പെട്ടു. അപ്പൊ ഇനി അവർക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ BJP. അതിൽ ആം ആദ്മി പാർട്ടിക്ക് അത്രമാത്രം പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടോ? താങ്കൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്കറിയാം ചരൺജിത് തന്നെ അമരീന്ദർ സിംഗിനെ പോലെ വളരെ ടോൾ ആയിട്ടുള്ള ഒരു ലീഡറെ നമ്മുടെ കേരളത്തിൽ കരുണാകരനെയോ ആന്റണിയോ പോലുള്ള അത്രയ്ക്ക് വലിയ നേതാവിനെ മാറ്റിയിട്ട് അത്രയ്ക്കും ഒരു നിസ്സാരനായിരുന്ന അല്ല ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ അത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒരു ഏസ് മൂളുന്ന ഒരാളെന്നുള്ളതിനപ്പുറത്തെ എടുത്ത് അദ്ദേഹത്തെ ആരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാർഡ് അവിടെ വിജയിച്ചില്ല. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റമ്പതിന് പ്രധാന കാരണമാണ് നേതൃത്വ മാറ്റമായത്. പക്ഷെ ഇപ്പോഴുള്ള സ്ഥിതി അതല്ല. ഇപ്പൊ കോൺഗ്രസ് അവിടെ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. BJPയേക്കാൾ വളരെയേറെ ശക്തമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പഞ്ചാബിൽ. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തന്നെയാണ് മുഖ്യ മത്സരം നടക്കുന്നത്. അവിടെ BJPക്ക് കൃത്യമായൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. പല പാർട്ടികളിൽ നിന്നും അവരാളുകളെ വന്നിട്ടുണ്ട്. അവർക്ക് അകാലിദളിന്റെ ഒരു ക്ഷീണവും അവർ മുതലെടുക്കുന്നുണ്ട് കൃത്യമായി. അതുകൊണ്ട് തന്നെ BJP അവിടെ ഒരു ആരുടെ വിജയം തീരുമാനിക്കുന്നതിൽ പോലും BJPക്ക് ഒരു സ്വാധീനമുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പ്രധാന മത്സരം നടക്കുന്നത് പ്രധാനമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ തന്നെയാണ്. അകാലിദളാണ് 3ാം സ്ഥാനത്തേക്ക്, BJP ഒരു പക്ഷേ 4ാം. എന്നാൽ BJP തീർച്ചയായും ശ്രീ ജോർജ് കള്ളിവേലിന്റെ വിശകലനം കൂടിയാണ് കേട്ടത്. നമ്മൾ ഉത്തർപ്രദേശിൽ